ഹായ് വ്യൂവേഴ്സ്, ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നോക്കൂ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് പത്തനാപുരത്തെ ഒരു ഫർണിച്ചർ കടയിലാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ഐറ്റം എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയത്. എടുക്കാമെന്ന് വെച്ചിട്ട് പോയതല്ല, പത്തനാപുരത്ത് പോയപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വെച്ച് കയറിയതാണ്. ഒരു കട്ടിലും കൂടെ എടുക്കണം, കട്ടിലും മെത്തയും കൂടെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കയറിയത്. അപ്പോൾ ഈ കടയിൽ കയറാൻ കാരണം നമ്മുടെ ഫർണിച്ചർ അല്ല, ഈ കടയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പത്തനാപുരത്ത് അനു ഫർണിച്ചർ. നമ്മുടെ പാലുകാച്ചിൻ്റെ സമയത്ത് കട്ടിലും ഡൈനിങ് ടേബിളും ചെയറും സോഫ സെറ്റും എല്ലാം എടുത്തത് ഇവിടെ നിന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി ഒരു കട്ടിലൂടെ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ കട്ടിലൊക്കെ നോക്കി ഗോഡൗണിൽ പോയി നോക്കി സെറ്റാക്കി അതിന് ചേരുന്ന ഒരു മെത്തയും കൂടെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് മുകളിലോട്ട് കയറി വന്നത്. അപ്പോൾ മെത്തയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. 7 വർഷത്തെ വാറണ്ടി ഉണ്ട്. അങ്ങനെ എടുത്ത് അവർ വീട്ടിൽ കൊണ്ട് നമുക്ക് വൈകിട്ട് വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ടും പോരുന്നു. ഇത് പത്തനാപുരത്താണ് കട. നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരുമാണ്, അതുകൊണ്ട് നമ്മളല്ല ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. പിന്നെ പൈസ നമുക്ക് കുറച്ചായാലും കൊടുത്താൽ മതി, EMI ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഒരു കട്ടിലും മെത്തയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴാണ് ബുക്ക് ചെയ്തിട്ട് വന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർ കട്ടിലും എല്ലാ മെത്തയും കൊണ്ട് വീട്ടിലെത്തി. പാർട്സായിട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മുടെ റൂമിൽ കൊണ്ടുവന്നിട്ടാണത് ജോയിൻ ചെയ്തത്. അവർ തന്നെ എല്ലാം ജോയിൻ ചെയ്ത് സെറ്റാക്കി തന്ന് മെത്ത എടുത്തിട്ടു. അപ്പം വേറെ പുറത്തുനിന്ന് ആൾക്കാർ വന്നാലും നമുക്കിനി കിടക്കാൻ റൂമായല്ലോ. താഴെ 2 ബെഡ്റൂമേ ഉള്ളൂ, നമുക്ക് 2 ബെഡ്റൂമും ഹാളും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു ബെഡ്റൂം കൂടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ സ്ലീപ്പി ഹെഡ് 7 വർഷത്തെ വാറണ്ടി ഉണ്ട്. നല്ല ക്വാളിറ്റിയൊക്കെയുള്ള മെത്തയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ 2 പില്ലോയുണ്ട്. സ്ലീപ്പി ഹീൽ കുഷി ഫൈബർ പില്ലോ, ബ്രീത്തബിൾ ഫാബ്രിക്, ലൈറ്റ് വെയ്റ്റ്. ഞാൻ പറയുന്നത് 499. ഇന്നാണെങ്കിൽ നമുക്ക് 2 സ്പെഷ്യൽ ഫാമിലി ഉണ്ട്. ഫാമിലി ഗസ്റ്റായിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സ്. അവർ ഫാമിലിയും രാത്രിയിലേക്ക് വരുമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. മീൻ കിട്ടിയതായിരുന്നു. എന്നാൽ ചാമ്പലൊക്കെ ഇട്ട് അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് ഇനി നമുക്ക് ഇന്ന് രാത്രിയിൽ 2 ഫാമിലി ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാം ഈ ആറ്റുമീൻ. നമ്മൾ വാങ്ങിച്ചതല്ല, അപ്പോഴത്തുനിന്ന് വലയിട്ട ഒരാൾ പിടിച്ചപ്പോൾ കൊണ്ടു തന്നെ, വലയിട്ടോ ചൂണ്ടയിട്ടോ ഇങ്ങനെ കണ്ട് പിടിച്ചപ്പോൾ കൊണ്ടു തന്നതാണ്. 2 ഉള്ളതും കൊണ്ട് ചാമ്പലിട്ട് ഇളക്കിയിട്ടാണ് ചെതുമ്പൽ. എന്താ ചാമ്പലിനകത്തിട്ട് ഇളക്കിക്കൊണ്ട് വന്നിട്ടാണ് ചെതുമ്പൽ ഇളക്കിയത്. മീൻ വെട്ടുന്ന കത്രിക ഉണ്ടായിരുന്നല്ലോ, ആ കത്രിക എടുത്തോണ്ട് വരാം. അടുക്കള ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഗസ്റ്റുകൾ വരാറായി. ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞ് 12:15 അവർ വരുന്നുണ്ട്. വണ്ടി മേളിലോട്ട് കയറ്റി ഇടാനും ഗേറ്റ് തുറന്ന് കൊടുക്കുന്നു. ഇവിടെ എല്ലാം കൂടി ഇടാം. അതുകൊണ്ട് അങ്കിത്തുണ്ട്. അറിയുവാടാ, വിഷുവിനെ അറിയത്തില്ലയോ? അവ ഇച്ചിരി ഉള്ളായിരുന്നു, ഇപ്പം വലുതായി. ഓ ഒത്തിരി വലുതായ വണ്ണം വെച്ച് ഇല്ലയോ? ഞാനെടുക്കാം. ആണെങ്കിൽ ഞാൻ ഋഷി. ഞങ്ങളെ കൊണ്ട് റീലൊന്നും ഉണ്ടാക്കിക്കല്ലേ. ഞാൻ ഉണ്ടാക്കും. ഞാൻ കണ്ടില്ലേ നിങ്ങളൊന്നും? ഞാൻ ഓടിച്ചു 1 കിലോമീറ്റർ പോലെ. പേടി തരത്തില്ല. പേടിയാ. Welcome to our nest.
അത്ര ഒരുങ്ങിയിട്ടില്ല. അമ്മു ഋഷിക്കുട്ട എങ്ങോട്ട് വെക്കടാ? ഞാനാവോ? ഇതാ. അപ്പം ഈ ബീബി ജാനും രേവതിയും എന്നൊക്കെ പറയുന്നവർ നമ്മളെല്ലാവരും നേരത്തെ ജോധ്പൂരിൽ ഒരുമിച്ചുള്ളവരായിരുന്നു. ഇപ്പം ഇവർ രണ്ടുപേരും നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ ഇപ്പം നമ്മൾ ലീവിനൊക്കെ വരുമ്പം പിന്നെ ഇടയ്ക്കെങ്ങാനൊക്കെ ഒരുമിച്ച് കൂടും. രേവതി ആദ്യമായിട്ടാണ് ഇങ്ങ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ബീബി ജാനൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടും കൂടെ അവർ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരുമിച്ച് വന്നതാണ്. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് നേരിട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പം അതാണ് ഇത്രയും ലേറ്റായി പോയത്. അവിടുന്ന് അത്രയും വണ്ടി ഓടിച്ച് വന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് വന്നിട്ട് 12:30 ആയപ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കട്ടനൊക്കെ ഇട്ട് കൊടുത്ത് അവൽ ബന്നും കോക്കനട്ട് ബന്നൊക്കെ എല്ലാവരും കുറച്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. 3 മണി കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കമൊന്നുമില്ല, പിന്നെയും ബഹളങ്ങളായിരുന്നു. അപ്പം അവൻ്റെ ഋഷി ഞാൻ LKG പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതായിരുന്നു ഋഷുവിനെ. അപ്പോൾ ഇവനിപ്പോൾ 2ാം ക്ലാസ്സിലെങ്ങാണ്ടായി. അപ്പോൾ എനിക്കാണെങ്കിൽ അവൻ കാര്യം പറയുന്നതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മറ്റേ സ്കൂളിൽ പോകാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋഷുവിനെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോഴും പിന്നെയും കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുക. എന്തൊക്കെയോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചുകൊണ്ട് സ്കൂളിൽ പഠിച്ചതും അപ്പോൾ അബാക്കസ് പഠിച്ചതും ഒക്കെ കുറേ ക്വസ്റ്റ്യനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് ഞാൻ ഉറങ്ങട്ടെ. ക്വസ്റ്റ്യൻ പറ. 2 + 2 = 4. ഈ ചേട്ടന്മാരാ 8 + 8. 8 + 8. എടാ ചേട്ടന്മാരാ 16 + 16. 32. 32 + 32. 46. 64. തിരിച്ചു പറഞ്ഞു. എടാ ചേട്ടന്മാരാ അബാക്കസെല്ലാം പഠിച്ചിട്ടിരിക്കുന്നത്. അബാക്കസ് അറിയാവാ? അബാക്കസ് അറിയാം. അപ്പൊ 100 എങ്ങനെയാ കൂട്ടുന്നത്? ഞങ്ങൾ 99 വരെ പഠിപ്പിച്ചിട്ടോ. അപ്പൊ 100 എങ്ങനെയാ എടുക്കുന്നത്? ഇവ ഉണ്ടോ അബാക്കസിന്? ഇവരുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് 99 വരെ എങ്ങോട്ട് ചെയ്യാൻ ഇങ്ങനെ എഴുതാൻ എന്തോ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴേ ഇവനെ മറ്റേ LKG ആ മൈൻഡിലാ വെച്ചേക്കുന്നത് കേട്ടോ. കൊച്ചിലത്തെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തില്ല അവനെ. ഇപ്പൊ ഞാൻ നിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് ഇട്ടടാ. അവളുടെ മേത്തുണ്ടല്ലോ 500 + 500 എത്രയാ? കമ്പ്യൂട്ടർ. രാവിലെ നല്ല മഴയാണല്ലോ. നമ്മൾ രാവിലെ വെളുപ്പിന് 3 മണിയായി കിടന്നപ്പോൾ ഇപ്പോൾ 6 മണിയായപ്പോൾ എണീറ്റ്. ഇപ്പം സമയം 6:30. നല്ല മഴയാണ് രാവിലെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടോ. മഴ പടപടയെന്ന് വെള്ളം വീഴുന്ന മഴ. തുണിയെല്ലാം കിടന്ന് നനയുക. സാമ്പാർ തിളയ്ക്കുന്നു. ഇഡ്ഡലിക്കുള്ള മാവ് 2 പാത്രത്തിലായിട്ടാണ് വെച്ചത്. എല്ലാം പൊങ്ങിയിരിക്കുന്നു. ആദ്യം നമുക്ക് പലികളൊക്കെ എടുക്കാം. ഇഡ്ഡലി കുറച്ച് ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചടിക്ക്
അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും എല്ലാം ആക്കിയായിരുന്നു. എല്ലാവരും ഒക്കെ എണീറ്റ് വന്നിരിപ്പുണ്ട്. അശ്വിനും അബിയോട് ഇരിപ്പുണ്ട്. ഇവിടെ ബീബിജാൻ്റെ ഹസ്ബൻഡും രേവതിയുടെ ഹസ്ബൻഡും എല്ലാവരുടെ ഇരിപ്പുണ്ട്. അങ്ങനെ രാവിലെ എല്ലാവരും പോവുകയാണെന്നും പറഞ്ഞ് നിൽക്കുവാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല, രാവിലെ തന്നെ എല്ലാവരും പോവുകയെന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ എല്ലാവരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അറിയാമായിരുന്നല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ ഇല്ലേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അതങ്ങാക്കി. ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് രാവിലെ എല്ലാവരും പോകുന്നവർക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടായിരുന്നു. ബീബിജാനൊക്കെ ഒരു കല്യാണത്തിന് പോകണം, ഇവർക്കാണെങ്കിൽ പിന്നെ വേറെ പല ആവശ്യങ്ങളും ഉണ്ട്. രേവതിക്കൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നിന്നില്ല. പിന്നെ ചോറുണ്ടാക്കിയതല്ലേ, കല്യാണത്തിന് പോകുന്നവർക്ക് അങ്ങനെ പോട്ടെന്ന് വിചാരിച്ച് കല്യാണം ഇല്ലാത്തവർക്ക് പിന്നെ നമ്മൾ പൊതി കെട്ടിക്കൊടുത്ത്, ചോറ് കഴിക്കാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ പൊതിയൊക്കെ കെട്ടിക്കൊടുത്ത് കൂട്ടാനും കറിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. തിരക്കുള്ളവർക്ക് പൊട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും പോകാനൊക്കെ റെഡിയായി. ഗുഡ് നൈറ്റോ ഗുഡ് മോർണിംഗോ അവിടെ ഇവർ പോവാൻ തുടങ്ങുക. നിങ്ങളുടെ വണ്ടി ഇപ്പം പുറം ഇറക്കേണ്ടി വരും. ഇതെടുത്താലേ മേലിൽ എടുക്കാൻ പറ്റൂ. ബീബിജാനും ആശിനൊക്കെ ഇറങ്ങുക. അമ്മു ബൈ ബൈ ബൈ. അങ്ങനെ രേവതിക്ക് നമ്മൾ ചോറും പൊതിയും കെട്ടി, ചോറും കൂട്ടാനും എല്ലാം കെട്ടി വേറെ കറിയൊക്കെ വേറെ പാത്രത്തിലൊക്കെ ആക്കി പാഴ്സൽ ചെയ്തും കൊടുത്തു വിട്ടു. പിന്നെ രണ്ടുപേർക്കും കുറേശ്ശെ മാങ്ങയും കൂടെ കൊടുത്തു വിട്ടു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മാങ്ങയുണ്ടല്ലോ, അതും മാങ്ങയും കുറച്ച് കൊടുത്തു വിട്ടു. നാട്ടുമാങ്ങയില്ലേ, അപ്പം എല്ലായിടത്തും കിട്ടത്തില്ലല്ലോ. അങ്ങനെ പിന്നെ രണ്ടുപേർക്കും മാങ്ങയും കൊടുത്തു വിട്ടു. ബീബിജാൻ പിന്നെ കറി ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയുള്ളൂ. അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങി. പിന്നെ രാവിലെ അമ്മ എടുത്തു പോയി യാത്രയൊക്കെ പറഞ്ഞ്. രാത്രി 12 മണിയായപ്പം വന്നു, രാവിലെ 10 മണി ആയപ്പോഴത്തേക്ക് പോയി. 12 മണി വരെ പോലും നിന്നില്ല. അങ്ങനെ പിന്നെ പോകാൻ ഇറങ്ങിയപ്പോൾ 2 ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ. എന്നിട്ട് അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പായസം വെച്ചില്ലായിരുന്നു. എല്ലാവരും പോവായതുകൊണ്ട് പിന്നെ രാവിലെ വെച്ചില്ല. അപ്പം പിന്നെ പായസം മിക്സ് ഇരിപ്പുണ്ട്, പാലുമുണ്ട്. ഇനി വെച്ചിരുന്ന് ചീത്തയാക്കണ്ടെന്നും പറഞ്ഞ് നമ്മളെന്താ ചെയ്ത് പായസവും കൂടെ അങ്ങ് വെച്ച്. എന്നിട്ട് പിന്നെ രാവിലെ കിട്ടിയൊരു കൂണുണ്ടായിരുന്നു, അതിനെയും കൂടെ തോരൻ വെച്ച് പറ്റിച്ചെടുത്ത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാൻ നല്ലോണം കയറി കിടന്നിട്ട് ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ടാണ് പിന്നെ പായസമൊക്കെ വെച്ചത്, പപ്പടമൊക്കെ കാച്ചി. പിന്നെ നമ്മൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നാണ് ചോറ് കഴിച്ചത്. ഇല വെട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായില്ല. ഉറങ്ങി എണീറ്റിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുക ഞാൻ. ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് പിന്നെ നമ്മൾ ചോറ് കഴിച്ചു. അബിക്ക് വാഴയിലേന്തി അവൾ ചോറ് കഴിക്കട്ടെ. വാഴയിലക്കകത്ത് പായസം ഗ്യാസ് ഇരിക്കുന്നു. കൂണ് പറ്റിച്ചെടുക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും ഉള്ളിയും തേങ്ങയും കൂണും. എടുക്കുന്നുണ്ടോ? യാത്രത്തേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് കൂട്ടാനൊക്കെ വിളമ്പി. അപ്പോൾ അബിക്കൊരാഗ്രഹം ചോറ് വിളമ്പണമെന്ന്. അന്നേരം പിന്നെ അവനെ കൊണ്ട് വിളമ്പിച്ച്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ചോറൊക്കെ വിളമ്പി കഴിക്കാനിരുന്ന് ചോറ് കഴിച്ചു, പായസം കുടിച്ചു, എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു.
പിന്നെ രാത്രിയിലത്തേക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും വേസ്റ്റ് ആയില്ലായിരുന്നു. ആ പിന്നെ വന്നിരുന്നിട്ട് അടിച്ചാൽ മതി കറി. 4 കേങ്ങുണ്ട് 2 പേരുള്ള അങ്ങനെ ചോദിക്കാനോ വൈകിട്ട് 4:30 ഇപ്പം നല്ല മഴ പെയ്യുന്നു. ഭയങ്കര മഴ, ഇടിച്ചു കുത്തി മഴ, വലിയ വെള്ളമായി. വെള്ളം നോക്കും, ഇവിടെ വെള്ളം നിറഞ്ഞു. മെയിനും ചാടുന്ന ഇതൊക്കെ മഴ ഇത്രയ്ക്കകത്തോളം കയറായോ? അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് മഴയൊക്കെ കുറച്ച് തോന്നും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വൈകിട്ട് അക്കരെ അമ്പലത്തിൽ പോയായിരുന്നു. ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതിട്ട് വന്ന് വൈകുന്നേരം അവിടെ നല്ല മഴയായിരുന്നു അന്നേരം. എന്നാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഒരു ഹൈപ്പും കൂടെ ചെയ്തേക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.